മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ നിന്ന് ആദ്യത്തെ 6 വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഇതിൽ നമ്മൾ ബലഹീനരായവരെ ചേർത്തുകൊള്ളണം, അതുപോലെ തന്നെ ഭക്ഷണം, ദിവസങ്ങൾ തുടങ്ങിയവയെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ആചരിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ദിവസമാണ് നല്ലത് എന്നൊക്കെയുള്ള ചിന്തകൾ ആദിമസഭയിൽ അത് ഭരിച്ചിരുന്നു. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ആ പ്രീവിയസ് എപ്പിസോഡൊന്ന് കേട്ടാൽ അത് നന്നായിരിക്കും. ഡയറ്റ് ആൻഡ് ഡേ, ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത്. അതോട് ചേർന്ന് തന്നെ എന്ത് ചെയ്താലും നമ്മൾ ദൈവത്തിനായി ചെയ്യുന്നു, ആരും തനിക്കായി ജീവിക്കുന്നില്ല, ആരും തനിക്കായി മരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് കർത്താവിനായി ജീവിക്കുന്നു, കർത്താവിനായി മരിക്കുന്നു എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എൻഡ് ചെയ്തത്. ഈ ആദിമസഭയിലെ വിവാദത്തിനായിട്ട് 8 കൂട്ടം കാര്യങ്ങളുണ്ട്. അന്നേരം അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് ഇന്ന് സംസാരിച്ചിട്ട് പിന്നെ തുടർന്ന് അടുത്ത 7, 8, 9 വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ആദ്യം ഇവിടെ കണ്ടത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതാണ്. എന്ത് തിന്നും എന്ത് കുടിക്കും. ഇത് നമ്മളിപ്പം വായിച്ച ഈ വാക്യം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെ ഞാൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് കൂടുതൽ സമയം എടുത്താൽ പിന്നെ ഈ എപ്പിസോഡ് നീണ്ടുപോകും, അതുകൊണ്ട് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് പറയാം. കൊലോസ്യർ 2:14 മുതൽ 17 വരെ, 1 തിമോത്തിയോസ് 4:1 മുതൽ 6 വരെ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത് ആരോടുകൂടെ ഭക്ഷിക്കും. നമ്മൾ ഭക്ഷിക്കുന്ന ആരോടുകൂടെയാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ആരോടുകൂടെ ഭക്ഷിക്കണം എന്നെഴുതിയിട്ടുണ്ട്. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 11:3 അത് കാണാം. അതിനകത്ത് എഴുതിയിരിക്കുന്ന ചുരുക്കം ഇതാണ്: ദുർനടപ്പാരോടുകൂടി നമ്മൾ ഫെലോഷിപ്പ് പാടില്ല, അവരോടുകൂടി അത്യാഗ്രഹിയോടോ വിഗ്രഹാരാധയോടോ വാവിഷ്ണക്കാരനോടോ മദ്യപാനോട് കൂടെയോ പിടിച്ചുപറിക്കാരനോടോ ഒക്കെ ഇരുന്ന് ഭക്ഷിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം സ്പെസിഫിക്കായിട്ട് പൗലോസ് ഓരോ ലേഖനങ്ങൾ കൂടി പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എവിടെ ഭക്ഷിക്കും എന്നുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ ഓഫർ ചെയ്തത് ഭക്ഷിക്കാമോ, അത് ക്ഷേത്രത്തിൽ ഇരുന്ന് ഭക്ഷിക്കാമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ 1 കൊരിന്ത്യർ 8:4 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 10, 15 മുതൽ 21 വരെ, അതുപോലെ 11, 17 മുതൽ 22 വരെ ഈ വാക്യങ്ങളിലൊക്കെ എവിടെ ഭക്ഷിക്കാം എന്ന് പറയുന്നു. 4ാമത് ചിന്തയാണ് മാംസം എവിടെ നിന്ന് വാങ്ങണം. മാംസം എവിടെ നിന്ന് വാങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു, മൃഗങ്ങളെ ഓഫർ ചെയ്യുന്നു, ബലിയായിട്ട് ഓഫർ ചെയ്യുന്നു, അതുകൊണ്ട് അത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാമോ? ഈ നേരത്തെ അവർക്ക് പറഞ്ഞ ടൈപ്പ് ഹോഷർ ഫുഡ്, മുസ്ലിങ്ങളുടെ ഹലാൽ ഫുഡ് പോലെ എവിടെ നിന്ന് ഭക്ഷണം വാങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് 1 കൊരിന്ത്യർ 10:25 അതിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുക, മനസ്സിലാക്കുക. 5ാമത് ഏത് ദിവസം വിശുദ്ധമായി സൂക്ഷിക്കണം. ഇത് നമ്മൾ വായിച്ചാണ് 5ഉം 6ഉം വാക്യങ്ങളിൽ ഇതിൽ വായിച്ചാണ് ഏത് ദിവസമാണ് വിശുദ്ധം. ശബത്തിനെക്കുറിച്ച് പറഞ്ഞതാണ്. ശബത്ത് ദിവസം എല്ലാ ദിവസവും നമുക്ക് ശബത്താണെന്നെല്ലാം പറഞ്ഞാണ്. ഗലാത്യർ 4:9 മുതൽ 11 വരെ, കൊലോസ്യർ 2:14 മുതൽ 17 വരെ ഈ വാക്യങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ക്ലിയറായിട്ട് നമുക്കൊരു ഐഡിയ തരും. വെള്ളിയാഴ്ച ഉപവസിക്കണോ, തിങ്കളാഴ്ച ഉപവസിക്കണോ, ചൊവ്വാഴ്ച ഉപവസിക്കണോ, അത് ഏത് ദിവസമാണ് വേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ നമുക്കതിൽ കിട്ടും. അത് അടുത്തത് 6ാമത് പരിച്ഛേദന ഏൽക്കണമോ വേണ്ടേ. ഇത് വലിയൊരു ഡിസ്കഷനായിരുന്നു ആദിമസഭയിൽ. പരിച്ഛേദന ഏൽക്കണം, യഹൂദന്മാർ പരിച്ഛേദന ആയതുകൊണ്ട് ജാതികൾ പരിച്ഛേദന ഏൽക്കണം, അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങളും എല്ലാം അവിടെ നടന്നു. അന്നേരമാണ് നമ്മൾ ആദ്യത്തെ കൗൺസിലൊക്കെ കൂടിയിട്ട് പത്രോസ് ഇടയലേഖനം ഇറക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. പ്രവർത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 24 വാക്യങ്ങളിലെ പരിച്ഛേദന ഏൽക്കണമോ ഏൽക്കണ്ടേ എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്താണ്, ഒരുപാട് ഇനിയും ജാതികളെ നമ്മൾ ടാക്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ലേഖനമൊക്കെ പത്രോസ് ഇറക്കുന്നു. ഇതേ കാര്യം തന്നെ 7ാമത്തെ വാക്യത്തിലെ മോശയുടെ ന്യായപ്രമാണം ആചരിക്കണോ വേണ്ടയോ. 7ാമത്തെ കാര്യം, മോശയുടെ ന്യായപ്രമാണം ആചരിക്കണോ വേണ്ടയോ. അതും പ്രവൃത്തികൾ 15-ാം അധ്യായത്തിലെ
ആദ്യത്തെ ജെറുസലേം കൗൺസിലിലുള്ള തീരുമാനമാണ്. അതും അറിയിച്ചിട്ടുണ്ട്. അന്നും ഈ ഇഷ്യൂസൊക്കെ ഉണ്ട്, ഈ യൂണിറ്റിയുടെ ഇഷ്യൂ, ഇതുപോലുള്ള യഹൂദന്മാരും അതുപോലെ ജാതികളും തമ്മിൽ ഇഷ്യൂസുമൊക്കെ അന്നേ ഉണ്ട്. എന്ത് ചെയ്യണമെന്നുള്ള ക്ലാരിറ്റി ഇല്ല. കാരണം യേശു പഠിപ്പിച്ചതൊന്ന്, അതിനു മുമ്പ് ന്യായപ്രമാണം ഒന്ന്, അതിനുശേഷം പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമുള്ള റെവലേഷൻ വേറൊന്ന്. അതൊക്കെ വെച്ചിട്ട് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണ് ഇതൊക്കെ ക്ലിയറായിട്ട് ഇങ്ങനെ എഴുതേണ്ടി വന്നത്. വീണ്ടും എന്ത് ധരിക്കണം, ഈ നമ്മുടെ വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ച്, ഇതൊക്കെ ഇപ്പോഴും അത് വലിയൊരു സഭകളിലൊക്കെ, ചില സഭകളിലൊക്കെ ഭയങ്കര ലീഗലിസ്റ്റിക്കാണ്. എന്ത് വസ്ത്രം ധരിക്കണം എന്ന് പോലും ഉള്ള ചില ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. ആഭരണം ധരിക്കാമോ, ധരിക്കാൻ പാടില്ലയോ എന്നുള്ള ഗൈഡ് ലൈൻസും ഒക്കെ ചില സഭകളിലുണ്ട്. 1 കൊരിന്ത്യർ 11:4 മുതൽ 16 വരെ, 1 തിമോത്തിയോസ് 2:9 മുതൽ 11 വരെ, 1 പത്രോസ് 3:3 മുതൽ 4 വരെ ഈ വാക്യങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്നും ചില സഭകളിലൊക്കെ ജീൻസ് ഇട്ട് ചെന്ന് കഴിഞ്ഞാൽ ജീൻസ് അനുവദീയമല്ല. ചില സഭകളിൽ അനുവദീയമല്ല. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ചുരിദാർ അനുവദീയമല്ല. ചുരിദാർ ഉപയോഗിക്കുന്നവരെ കർത്തുമേശയിൽ നിന്ന് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ചില സഭകളിൽ. നേരത്തെ പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചാൽ 60-70കളിലൊക്കെ ടി വി എന്നില്ല, 80കളിലാണല്ലോ ടി വി വരുന്ന, ടി വി കാണുന്നത് പാപമാണെന്ന് പഠിച്ചിട്ടുണ്ട്. റേഡിയോ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു. റേഡിയോ മിനിസ്ട്രി വരെ തടഞ്ഞിട്ടുണ്ട്. കാരണം ഈ പിശാചിൻ്റെ പ്രവർത്തനം നടക്കുന്ന ഈ കോസ്മോസിലാണല്ലോ, മേളിലാണല്ലോ. അതായത് ഈ റേഡിയോയുടെ വേവ്സൊക്കെ അതിലേക്കൂടെ പോകുന്നതുകൊണ്ട് ടി വി കൂടെ സുവിശേഷ ഘോഷണം പോലും, ഈ റേഡിയോ കൂടെ സുവിശേഷ ഘോഷണം പോലും നടത്താൻ പാടില്ല, റേഡിയോ മിനിസ്ട്രി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പം കമ്പ്യൂട്ടറെ ഉപയോഗിക്കാൻ പാടില്ല. അതിനകത്ത് എന്താ, കമ്പ്യൂട്ടർ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സാധനമാണ്. കമ്പ്യൂട്ടറിൻ്റെ ഏതൊക്കെ അതിൻ്റെ ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേക്ക് അത് കൂട്ടി വരുമ്പോൾ 666 ഉണ്ട്. ഈ 666 ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നമ്പറാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് തെറ്റെന്ന് പഠിപ്പിച്ചിരുന്ന കാലഘട്ടമുണ്ട്. ഇപ്പോൾ എല്ലാവരും കമ്പ്യൂട്ടറും ആ പാസ്റ്റർമാരുടെയൊക്കെ പിള്ളേർ കമ്പ്യൂട്ടർ എഞ്ചിനീയറും ഒക്കെ ആയിരിക്കാം. എന്നാൽ ആ സമയങ്ങളിൽ അങ്ങനെയൊക്കെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് എന്ത് ധരിക്കണം, വെള്ള വസ്ത്രം ധരിക്കാവോ, കളർ വസ്ത്രം ധരിക്കാൻ പാടില്ല. അതുപോലെ സഭാ ശുശ്രൂഷയ്ക്ക് വരുമ്പോഴേ വെള്ളവസ്ത്രം ധരിച്ച് വരണം, കറുത്തത് പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള. എന്നാൽ ചിലയിടത്ത് കറുത്തത് വന്നേ പാടുള്ളൂ. സഭയിലൊക്കെ വരുമ്പം ചില സഭകൾ, ചില ഡിനോമിനേഷൻസിലൊക്കെ ഈ മെത്രാന്മാരൊക്കെ ഇങ്ങനെയുള്ള പർട്ടിക്കുലറായിട്ടുള്ള വിശുദ്ധ സംസർഗത്തിലൊക്കെ പോകുമ്പോൾ കറുത്ത വസ്ത്രമാണ് ധരിക്കുന്നത്. ഇതെന്ത് കോൺട്രഡിക്ടറിയാണ്, ഒരാൾ വെള്ള ധരിക്കുന്നു, ഒരാൾ കറുപ്പ് ധരിക്കുന്നു. അതുകൊണ്ട് എന്ത് ധരിക്കണം, എന്ത് ആചരിക്കണം എന്നുള്ളത് ശരിക്കും ഇതൊക്കെ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫും നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫും നമ്മുടെ വീട്ടിലെ ലൈഫും നമ്മുടെ ചർച്ച് ലൈഫും എല്ലാം ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റലൈസേഷനെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രയാസം. നമ്മുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ്. ഹലോ, ശ്രദ്ധിക്കും, നമ്മുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. നമ്മൾ എവിടെ പെരുമാറുന്നു അവിടെയൊക്കെ നമ്മുടെ മിനിസ്ട്രിയാണ്, നമ്മുടെ ശുശ്രൂഷയാണ്. അത് പള്ളിയിൽ പോകുമ്പോൾ മാത്രമല്ല ശുശ്രൂഷ. പള്ളിയിൽ പോകുമ്പോൾ മാത്രമേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അല്ല. മാർക്കറ്റിൽ പോകുമ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണ്. മാർക്കറ്റിൽ പോകുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുക. അന്നേരം ഇറങ്ങി ഓടിയിട്ടൊന്നുമില്ല. പള്ളിയിൽ പോകുമ്പോൾ അകത്ത് കയറും, സഭായോഗത്തിൽ ഇരിക്കുമ്പോൾ മാത്രം പരിശുദ്ധാത്മാവ് അകത്ത് കയറും, അങ്ങനെയല്ല. മാർക്കറ്റിൽ പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് വസിക്കുകയാണ്. അത് അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നിയതുപോലെ കാണിക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നും പറ്റത്തില്ല. ആ പരിശുദ്ധാത്മാവിനെ വീട്ടിൽ മാറ്റി വെച്ചിരിക്കുക, അങ്ങനെയൊന്നുമല്ല. പള്ളിയിൽ പോകുമ്പം അല്ലെങ്കിൽ സഭായോഗത്തിൽ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യും, ഭവനത്തിൽ വരുമ്പോൾ ഭാര്യയായിട്ട് അടി, അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കാണണം. അതുകൊണ്ട് ഒരു കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ഇല്ല. 365 days 24/7 നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പ്രവൃത്തിയാലുള്ള നീതീകരണമല്ല ഇപ്പോഴുള്ള വിശ്വാസത്തിലുള്ള നീതീകരണമാണ്. ഈ പ്രവൃത്തിയെല്ലാം കർത്താവ് കാൽവറി ക്രൂശിൽ എല്ലാം ചെയ്തു തീർത്തു. അതുകൊണ്ട് പ്രവൃത്തികളാൽ ആരും നീതീകരിക്കത്തില്ല എന്ന് വീണ്ടും ചിന്തിക്കുക. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വീണ്ടും പറയാം. ഇതിനകത്ത് പറയുന്ന ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഭക്ഷണം, അതുപോലെ ഒരു ദിവസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ സ്പെസിഫിക്കായിട്ട് അത് ആചരിക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആകെ അപ്പോസ്തലന്മാർ കണ്ടിരുന്ന ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, ആ ദിവസം വർഷിപ്പിനായിട്ട് സെലക്ട് ചെയ്തു.
എന്നുള്ള ഒരു കാര്യം മാത്രമേ അന്ന് ചെയ്തിരുന്നുള്ളൂ. അന്ന് കൂടി വന്ന കാര്യമെല്ലാം നമ്മൾ പറഞ്ഞു. അതിൻ്റെ റെഫറൻസ് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 20:7, 1 കൊരിന്ത്യർ 16:2, അതുപോലെ വെളിപ്പാട് പുസ്തകം 1:10, യോഹന്നാൻ കർത്തൃദിവസത്തിൽ വിവശനായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മിലാരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നുമില്ല. 7-ാം വാക്യമാണ്. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. ഒരു ഡ്രൈവറുടെ മദ്യപാന നിമിത്തം അവരൊരു അപകടത്തിലേർപ്പെട്ട് ഒരു തേർഡ് പാർട്ടി വേറൊരാൾക്കൊരു മുറിവുണ്ടായി എന്ന് വിചാരിക്കുക. ഈ മദ്യപാനത്തിൽ ഉണ്ടാവുന്ന ബലഹീനത, മറ്റേ തേർഡ് പാർട്ടിക്കുണ്ടായ കായിക ബലഹീനതയുടെ നിവാരണത്തിന് വേണ്ടി പൊതുജന ആരോഗ്യ വകുപ്പിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെയ്യേണ്ടി വരുന്ന സാമ്പത്തിക ചെലവിൻ്റെ പങ്ക് ഞാനും നിങ്ങളും വഹിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ കോമൺ പൂളിൽ നിന്നാണ് ഇയാൾക്ക് വന്ന ചില ആക്സിഡൻറ്റ് പറ്റിയിട്ട് ചിലവ് വന്നത്. അന്നേരം ഇത് ഉത്തരവാദി ആരാണ്? ആ ഡ്രൈവറുടെ മദ്യപാനം മൂലമാണ് ഇത് സംഭവിച്ചത്. അതിന് റെസ്പോൺസിബിൾ ആരാണ്? ഞാനും നിങ്ങളും ഉത്തരവാദിയാണ്. അതെങ്ങനെയാണ് ഞാനും നിങ്ങളും ഉത്തരവാദിയാകുന്നത്? നിങ്ങളുടെയും എൻ്റെയും ടാക്സിൻ്റെ പൈസ ഗവൺമെൻറ് കയ്യിലുള്ളതാണ് യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള കാര്യങ്ങളിലും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഇടപെടുന്നുണ്ട് എന്ന് മനസ്സിലാകും. അതുകൊണ്ടാണ് ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ ജീവിക്കുമ്പോൾ വേറൊരാൾക്കൂടെ അതിനകത്ത് ഇൻവോൾവ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കണം. അന്നേരം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷണമാണ് ആ കാണുന്നത്. കർത്താവിനായി ജീവിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അത്യുന്നതമായിട്ടുള്ള ലക്ഷ്യം കർത്താവത്രേ. അതാണ് അത് പറയുന്നത്. നമ്മൾ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുക, മരിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയിലാണ് ഒരു ദൈവ പൈതൽ ആയിരിക്കേണ്ടത്. ദാറ്റ് ഈസ് ഒരു ഉത്തരവാദിത്വമാണ്. ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്വത്തിൽ വരുന്നതാണ്. അവനെ കെയർലെസ് ആയിട്ട് ജീവിക്കാനായിട്ട് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ, മരിച്ചവർക്കും ജീവിച്ചിരുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ഇതൊരു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. ക്രിസ്തു മരിച്ചു ഉയർത്തു എന്നെങ്കിൽ അത് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി കർത്താവാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടിയുള്ള കർത്താവ് എന്ന് പറഞ്ഞ് യേശുക്രിസ്തു മരണത്തെ ജയിച്ചു ജയാളിയായി നമുക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുക. അതിൽ എന്താ സംഭവിക്കുന്നത്? വിശ്വാസത്തിൽ മരിച്ചവർ കർത്താവിനോടൊപ്പം ഈ ജീവിച്ചിരിക്കുന്നവരുടെ മധ്യസ്ഥനായി ഇന്ന് കർത്താവ് ഉയരത്തിലുണ്ട്. അതിൽ ഇതെങ്ങനെയാണ് വന്നത്? കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ. അതിൽ ഈ അധികാരം തൻ്റെ പുനരുത്ഥാനത്തിലാണ് കർത്താവിന് ലഭിച്ചത്. അത് അവിടെ നിൽക്കുന്നില്ല, ഇതേ പുനരുത്ഥാനം നമുക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഈ ലേഖനത്തിൽ പറയുന്നത് നമ്മൾ ഒന്ന് സംഗ്രഹിച്ച് വെച്ചാൽ, ഈ ലേഖനം എന്ന് പറഞ്ഞാൽ റോമർക്കെഴുതിയ ലേഖനത്തിലെ അതിനകത്തൊരു 4-5 പോയിന്റുകളുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ചില സംഗ്രഹങ്ങൾ. അത് ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളുടെ ന്യായീകരണമാണ്. എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ ദൈവമാണെന്നുള്ള അവകാശവാദങ്ങളുടെ ന്യായീകരണമാണ് അവൻ്റെ പുനരുത്ഥാനം. 1:4 അത് പറയുന്നുണ്ട്. അത് രണ്ടാമത് നമ്മുടെ നീതീകരണത്തിൻ്റെ തെളിവാണ്. 4:25 പറയുന്നുണ്ട്, ദൈവം നമ്മെ നീതീകരിച്ചതിൻ്റെ തെളിവാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മുടെ പുതിയ ജീവിതത്തിനുള്ള അർപ്പണം. നമ്മുടെ പുതിയ ജീവിതം, ഗോഡ് ഈസ് മേക്കിംഗ് അസ് ഇൻടു ന്യൂ ക്രിയേഷൻ. നമുക്ക് ഒരു മരണത്തിന് ശേഷം ഒരു ഉയർപ്പുണ്ട് എന്നുള്ള തെളിവ് 6:4 പറയുന്നു. അതുപോലെ ഒരു പുതിയ പങ്കാളിയോടുള്ള നമ്മുടെ ഐക്യത. പുതിയ പങ്കാളിയോടുള്ള ഐക്യത എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ്, പരിശുദ്ധാത്മാവ് നമ്മൾ ഉള്ളപ്പോഴേ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് പുതിയ പങ്കാളിയോടുള്ള ഐക്യതയെക്കുറിച്ച് പറയുന്നു 7:4. അതുപോലെ 8:11 നമ്മുടെ ശരീരവും വീണ്ടെടുക്കപ്പെടും, പുനരുത്ഥാനം പെടും എന്ന് പറയുന്നു. 8:11 നമ്മുടെ ശരീരങ്ങളുടെ പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പ്. അതുപോലെ തന്നെ 15:9 ഇപ്പം വായിച്ച ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ സാർവലൗകിക കർത്തൃത്വത്തിൻ്റെ സ്ഥാപനം.
എന്ന് വെച്ചാൽ അവൻ കർത്താവാണ്, മരിച്ചവർക്കും ജീവിച്ചവർക്കും കർത്താവാണെന്നുള്ള ഉറപ്പ്. ഒരു യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന അതിൻ്റെ കൺഫർമേഷൻ, അതിനെ ലേഖനത്തിൽ പൗലോസ് പുനരുത്ഥാനത്തെക്കുറിച്ച് സംഗ്രഹിക്കുന്ന ന്യായീകരണവും വാദങ്ങളുമാണ് ഈ പറഞ്ഞത്. ഇതെല്ലാം സത്യമാണ്. 10-ാം വാക്യത്തിലേക്ക് വരാം. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ത്, അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ദൈവത്തിൻ്റെ ന്യായവിധിക്ക് പുത്രന് കൊടുത്തിരിക്കുകയാണ്. ന്യായവിധിയെക്കുറിച്ചുള്ള ചില 3 ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. 4 എപ്പിസോഡ് ന്യായവിധിയെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. വിശ്വാസികളുടെ ന്യായവിധിയെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും വെള്ളസിംഹാസനത്തിൻ്റെയും ന്യായവിധിയെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുകയാണെന്ന് യോഹന്നാൻ 5:22 പറയുന്നു. നീ നിൻ്റെ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത് എന്ന്. ഈ ധിക്കരിക്കുക, നീ വിധിക്കുന്നത് എന്ത്, നീ ധിക്കരിക്കുന്നത് എന്ത്? ഇത് മൂലപദത്തിൽ നീ എന്തുകൊണ്ട് നീ നിൻ്റെ സഹോദരനെ വിധിക്കുന്നു എന്ന് ഉള്ള ഒരു ചോദ്യമാണ്. അത് ശക്തനായ സഹോദരനെ സൂചിപ്പിക്കുകയാണ്. നാം എല്ലാവരും നേരത്തെ പറഞ്ഞു, ഒരിക്കൽ നമ്മൾ ബലഹീനരായിരുന്നു, പിന്നെ നമ്മൾ ബലവാന്മാരായിട്ടുണ്ടാവും. ദൈവവചനം പഠിച്ചാൽ ബലഹീനരായാലും ബലവാനായാലും അവരെല്ലാം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. 2 കൊരിന്ത്യർ 5:10 നാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നാം എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതാണ്. അത് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്, വാട്ട് ഈസ് പ്രോഫിറ്റബിൾ ഇറ്റ് ഈസ് റിവാർഡഡ്. നിങ്ങൾ ചെയ്യുന്ന നല്ലതായാലും തീയതായാലും അതിന് തക്ക ഫലം ഞങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടതാവുന്നു എന്ന് പറയുന്നു. ഇത് സംഭവിക്കുന്നത് കർത്താവിൻ്റെ പുനരാഗമനത്തിലെ മധ്യാകാശത്തിൽ വെച്ചാണ് ഈ പ്രതിഫലം ദൈവം നമുക്ക് തരുന്നത്. തുടർന്ന് നമ്മൾ ഈ ന്യായവിധിയെക്കുറിച്ചും അല്ലാതിന് ശേഷം 11 തൊട്ടുള്ള വാക്യങ്ങളും നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. ഇന്നത്തെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചത് ആദിമസഭയിൽ ഉണ്ടായിരുന്ന 8 ധാരണകൾ, തെറ്റിദ്ധാരണകൾ ആയിരുന്നു. അതിനെക്കുറിച്ച് ഉള്ള റെഫറൻസ് പറഞ്ഞു. പിന്നീട് പറഞ്ഞത് നമ്മൾ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ് ഈ ലേഖനത്തിൽ കൂടി പറയുന്ന 6 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളത് ശ്രദ്ധിക്കുകയും അത് നോട്ടെഴുതുകയും ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തു എന്നുള്ളൊരു സത്യം, അത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് നീ നിൻ്റെ സഹോദരനെ വിധിക്കാനായിട്ട് പാടില്ല. കാരണം സഹോദരനെ നമ്മളത് അടുത്ത വാക്യങ്ങളിൽ അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് അത് കുറച്ചും കൂടി പറയാനായിട്ട് പറ്റുന്ന സമയമില്ലാത്തതുകൊണ്ട് അത്രേ പറഞ്ഞുള്ളൂ. വിധിക്കാനായിട്ട് നമ്മൾ പാടില്ല. എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ദൈവമാണ് ന്യായം വിധിക്കുന്നത്, പുത്രനാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി കാണും എന്ന് വിചാരിക്കുന്നു. ഒരേ കാര്യം ഓർക്കുക, ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഒന്നിലും കെട്ടപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. യേശുക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ഇനി നമ്മുടെ ഭക്ഷണത്തിലോ നമ്മുടെ ഡേയിലോ നമ്മുടെ ആചാരങ്ങളോ നമ്മുടെ അനുഷ്ഠാനങ്ങളിലോ ഒന്നും തന്നെ നമ്മളെ കെട്ടപ്പെട്ടിരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ചെയ്യുന്നത് മാന്യമായും ദൈവീയ ഹിതപ്രകാരവും ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ റോമർക്ക് ലേഖനം 14-ാം അധ്യായത്തിൽ ഇനി 2 അധ്യായം കൂടെ കഴിയുമ്പോൾ അത് തീരുമല്ലോ. ഞങ്ങളിത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവെ ക്രിസ്തീയ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടായി തീരുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാ സമയവും ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ശൈലികളും അതുപോലെ ആയിരിക്കാനും കർത്താവെ സഹായിക്കണമേ. ആരും തനിക്കായി ജീവിക്കുന്നില്ല. സെൽഫിഷായിട്ടുള്ള ചിന്തകളുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അതൊക്കെ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്നതും മരിക്കുന്നതും കർത്താവിന് വേണ്ടിയാണ്. കർത്താവ് മരിച്ചെങ്കിൽ ഉയർത്തിരിക്കുന്നു എന്നുള്ള ചിന്തയും കർത്താവെ ഞങ്ങളെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഞങ്ങളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും, പുനരുത്ഥാനം പ്രാപിച്ച് നിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോഴേ കർത്താവെ നീ ഞങ്ങൾക്ക് പ്രതിഫലം തരുന്ന ദൈവമാണെന്നും ചിന്തിച്ചല്ലോ. ദൈവമേ, ഈ ചിന്തകൾ ഞങ്ങളെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ, പ്രായമുള്ള ചിലരെ ഓർമ്മശക്തി കുറഞ്ഞു വരികയും മറന്നു പോവുകയും ചെയ്യുന്ന ആൾക്കാരെ ചിലരെ കാണുന്നു. അൽഷിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടും കോർഡിനേഷൻ്റെ പ്രശ്നമുള്ളവരും അതിനോട് ചേർന്നുണ്ട്. ദൈവമേ, നീ ഇത് കാണിച്ചു തരുന്നു ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ,
എന്നും മനുഷ്യൻ ഒരുപോലെ ഇരിക്കുകയില്ല. പ്രായാധിക്യം വരുമ്പോൾ അവൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് കാണുന്നവർ നിങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ ദൈവം വിടുതൽ തരും. ദൈവം അതിൽ നിന്ന് വലിയ വിടുതൽ തരുമെന്ന് പറഞ്ഞു. എൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല, നിങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുമ്പോഴേ, എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമ്പോഴേ വലിയൊരു റിലീസ് ഈ ദിവസങ്ങൾ തരും. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഓർമ്മശക്തിയൊക്കെ തിരിച്ചു കിട്ടട്ടെ, ആ തലയിലുള്ള ഞരമ്പുകളിലുള്ള രക്തോട്ടമൊക്കെ പഴയ രീതിയിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ബ്രെയിൻ സെൽസ് ഏതെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുതിയതായിട്ട് റീകൺസ്ട്രക്റ്റ് ചെയ്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസനിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഒന്നും ചെയ്യാൻ വയ്യാതെ പ്രയാസപ്പെടുകയും കർത്താവെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയും ചെയ്യുന്നവരെ കർത്താവെ ചില കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവ് അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസനിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നിങ്ങളെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നല്ലതാണ്. പ്രയർ റിക്വസ്റ്റുകൾ വാട്സാപ്പ് നമ്പറിൽ അയക്കുകയോ ഫോൺ വിളിച്ച് പറയുകയോ ചെയ്താൽ ഞങ്ങളത് അറ്റൻഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.